തിരുവനന്തപുരത്തെ മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് പോലീസുകാരനെ എസ്.എഫ്.ഐക്കാർ മർദ്ദിച്ച സംഭവം വിവാദമാകുന്നു. CPO മിഥുൻ റോയിക്കാണ് മർദ്ദനമേറ്റത്. മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ അകത്ത് വെച്ച് 5ഓളം വരുന്ന SFI പ്രവർത്തകരാണ് മിഥുൻ റോയിയെ മർദ്ദിച്ചത്. പോലീസുകാർ ഈ സംഭവത്തിൽ അമർഷത്തിലാണ്. മിഥുൻ റോയ് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തുവെങ്കിലും ആദ്യം കേസെടുക്കാൻ പോലീസ് മടിച്ചു. പിന്നീട് ജാമ്യമുള്ള വകുപ്പുകൾ പ്രകാരം, ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ പ്രകാരം SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. എന്നാൽ മിഥുൻ റോയിക്കെതിരെ SFI പ്രവർത്തകരും കേസ് കൊടുത്തു. ഈ സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മിഥുൻ റോയിക്കെതിരെ കേസെടുത്തത്. ഇതാണ് പോലീസ് സേനയിൽ ഒരു വിഭാഗത്തിന് അമർഷത്തിന് കാരണമായി മാറിയത്. ന്യൂ ഇയർ പാർട്ടി ശംഖുമുഖത്ത് നടന്ന ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് SFI പ്രവർത്തകരെ ക്രൂരമായി മിഥുൻ റോയ് മർദ്ദിച്ചിരുന്നു. അതിലൊരു പ്രവർത്തകൻ്റെ തല മർദ്ദനത്തിൽ പൊട്ടുകയും അയാൾ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്തു. ആ പ്രവർത്തകൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് മിഥുൻ റോയ് തലയടിച്ച് പൊട്ടിച്ചത്. അതിനുള്ള മറുപടിയാണ് തിരുവനന്തപുരത്തെ മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് SFIക്കാർ തീർത്തത്. എന്തായാലും SFIയുടെ ഈ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് KSU നേതാവ് രംഗത്ത് വന്നിരിക്കുന്നു. തിരുവനന്തപുരത്തെ മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് പോലീസുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ SFIയെ പിന്തുണച്ച് വന്നിരിക്കുന്നത് KSU നേതാവ്, KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രനാണ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് SFIയെ അദ്ദേഹം പിന്തുണച്ചത്. പോലീസിലെ ക്രിമിനലുകൾക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. കാക്കി ആരെയും ആക്രമിക്കാനോ മർദ്ദിക്കാനോ ഉള്ള ലൈസൻസ് അല്ലെന്ന് അദ്ദേഹം കുറിച്ചു. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല മാളിലും കിട്ടും. പോലീസ് അതിക്രമത്തെ ഒരു കൂട്ടം SFI പ്രവർത്തകർ നടത്തിയ ആക്രമണം എന്ന നിലയിൽ പറയുന്നത് തെറ്റാണ്. സത്യാവസ്ഥ അതല്ലെന്നും അരുണിൻ്റെ ഫേസ്ബുക്കിൽ പറയുന്നു. ന്യൂ ഇയർ പരിപാടിക്കിടെ ആഘോഷങ്ങൾ മാറ്റിവെച്ച് ഉപജീവനത്തിനിറങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ. പരിപാടിക്കിടെ സംഘർഷം ഉണ്ടാകുന്നു. താൻ മൈക്ക് ഓപ്പറേറ്ററാണെന്ന് പറഞ്ഞിട്ടും അമ്മയുടെ മുമ്പിൽ വെച്ച് ഈ പോലീസുകാരൻ അയാളുടെ തലയ്ക്ക് അടിക്കുകയും അയാൾ ബോധരഹിതനായി വീഴുകയും ചെയ്യുന്നു. ചെറുപ്പക്കാരൻ ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടന്നു. ഇയാൾ ഒരു സംഘടനയുടെയും ഭാഗമല്ല. തലയ്ക്കടിച്ച അടി ജീവൻ പോലും പോകുന്നത്ര ശക്തമായിരുന്നു. ആ ചെറുപ്പക്കാരൻ ബോധരഹിതമായി വീഴുന്നത് വീഡിയോയിൽ കാണാം. ആ പോലീസുകാരനെയാണ് SFIക്കാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. SFI ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് KSU വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ പറയുന്നത്. ഇതോടുകൂടി പോലീസിൻ്റെ പ്രതിഷേധം ഏകദേശം അടങ്ങിയിരിക്കുകയാണ്. പോലീസുകാർ വലിയ പ്രതിഷേധമാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചത്. SFI ഗുണ്ടകൾ പാവപ്പെട്ട പോലീസുകാരനെ ആക്രമിച്ചു എന്ന രീതിയിൽ. ഇയാൾ പാവപ്പെട്ട പോലീസുകാരനൊന്നും അല്ല എന്നാണ് അരുൺ രാജേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അരുൺ രാജേന്ദ്രൻ പറയുന്നത് ഉപജീവനത്തിനെത്തിയ വിദ്യാർത്ഥികളെ ഉണ്ടായപ്പോൾ അകാരണമായി മർദ്ദിച്ചു എന്നാണ്. അമ്മയുടെ മുമ്പിൽ വെച്ച് ഒരു മകൻ്റെ തലയടിച്ച് പൊട്ടിക്കുക എന്ന ക്രൂരതയാണ് ഇയാൾ ചെയ്തത്. അതിനുള്ള മറുപടി SFIക്കാർ കൊടുത്തു എന്ന് മാത്രം. ഇതാണ് അരുൺ രാജേന്ദ്രൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പോലീസ് സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. പോലീസിന് ഡ്യൂട്ടി നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളതെന്ന് പോലീസ് സംഘടനകൾ ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾക്കൊന്നും അർത്ഥമില്ല എന്നാണ് KSU നേതാവിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നത്. ന്യൂ ഇയർ പരിപാടിക്കിടെ ശംഖുമുഖത്ത് സംഘർഷം ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ വോളണ്ടിയറായി നിന്നിരുന്നത് SFIക്കാരായിരുന്നു. സംഘർഷമുണ്ടായപ്പോൾ പോലീസ് ഇപ്പോൾ SFIക്കാരുടെ അടി വാങ്ങിയ മിഥുൻ റോയിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് വിദ്യാർത്ഥികളെയും മർദ്ദിച്ചു. തങ്ങൾ വോളണ്ടിയേഴ്സാണെന്നും
തങ്ങൾ ദിവസക്കൂലിക്ക് ജോലിക്ക് വന്നതാണെന്നും ഒക്കെ പറഞ്ഞിട്ടും കേൾക്കാതെയായിരുന്നു മർദ്ദനം ക്രൂരമായിരുന്നു. ആ മർദ്ദനത്തിൻ്റെ വീഡിയോകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇടത് സൈബറിടങ്ങൾ ആ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അയാളെ കൈ കിട്ടിയപ്പോൾ SFIക്കാർ കൈകാര്യം ചെയ്തു, പഞ്ഞിക്കിട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ ഭാഷയിൽ. അതിൽ തെറ്റൊന്നുമില്ലെന്നാണ് KSU പറയുന്നത്. എന്തായാലും കാക്കിയിട്ടെന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസവും കാണിക്കാൻ പാടുണ്ടോ എന്നാണ് പൊളിറ്റിക്സ് കേരളയുടെയും ചോദ്യം. പൊളിറ്റിക്സ് കേരളയുടെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാക്കിയിടുന്നത് ഒരുത്തനെയും അടിക്കാനുള്ള ലൈസൻസ് അല്ല. അമ്മയുടെ മുമ്പിൽ വെച്ച് ഒരുത്തൻ്റെ തലയടിച്ച് പൊട്ടിക്കാനുള്ള ലൈസൻസ് അല്ല. ആ അമ്മയുടെ മനസ്സ് ഒന്ന് ചിന്തിച്ച് നോക്കണം. ആ അമ്മയുടെ മനസ്സ് ചിന്തിച്ച് നോക്കിയാൽ ഇപ്പോൾ കുട്ടികൾ ചെയ്തതിൻ്റെ ആ വികാരം മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കുട്ടികളെ തല്ലുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മേൽ കുതിര കയറുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പാഠമായിരിക്കണം. പോലീസ് സേനയിൽ പ്രതിഷേധം ഉണ്ടാകും. കാരണം കാക്കിയിട്ട് ഒരുത്തനെ തൊട്ടാൽ പോലീസുകാർ കടന്നൽ കൂട്ടം പോലെ ഇളകും. പക്ഷേ ഈ പ്രതിഷേധം താൽക്കാലികം മാത്രമാണ്. ജനങ്ങൾ SFIക്കൊപ്പമാണ്. KSU പോലും SFIക്കൊപ്പം നിൽക്കുന്ന അവസ്ഥ. ABVP ഇതുവരെയ്ക്കും ഇതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. ന്യൂ ഇയർ ആഘോഷത്തിന് ദിവസക്കൂലിക്ക് കുട്ടികൾ പോകാറുണ്ട് വോളണ്ടിയർമാരായി. ആഘോഷം നിയന്ത്രിക്കാനും ആഘോഷം അതിര് കടക്കുമ്പോൾ ആഘോഷം അതിര് കടക്കാതിരിക്കാനും ഒക്കെ കുട്ടികൾ പോകാറുണ്ട്. അവർക്ക് തുച്ഛമായ ഒരു വേതനം കിട്ടും. ആ വേതനം അവരുടെ ജീവിത ഉപാധിയാണ്. അങ്ങനെ പോയ കുട്ടികളെയാണ് ഈ മിഥുൻ റോയ് എന്ന് പറയുന്ന CPO ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. അതിന് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അതിന് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതാണ് തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ നടന്നത്. മിഥുൻ റോയ്ക്ക് പറയുന്ന രീതിയിലുള്ള മർദ്ദനമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് വീഡിയോയിൽ തെളിയുന്നത്. SFI പ്രവർത്തകർ പിറകെ നടന്ന് തെറി വിളിക്കുന്നു. മിഥുൻ റോയ് തിരിച്ച് തെറി വിളിക്കുന്നു. SFI പ്രവർത്തകർ ആക്രമിക്കുന്നു. SFI പ്രവർത്തകർ മിഥുൻ റോയിയെ ചവിട്ടുന്നു. അയാൾ നിലത്ത് വീഴുന്നു. വീണ്ടും എണീറ്റ് നിൽക്കുന്ന അയാളെ വീണ്ടും ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ SFI പ്രവർത്തകരെ സെക്യൂരിറ്റി ജീവനക്കാർ പിന്തിരിപ്പിക്കുന്നു. ഇത്രയും മാത്രമാണ് അവിടെ നടന്നത്. അതിന് പകരം അയാൾ ഇടിവള ഉപയോഗിച്ച് SFI പ്രവർത്തകരെ ആക്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എന്തായാലും ലഭ്യമല്ല. ഈ CPIയെ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യവുമാണ്. എന്തായാലും ഇയാളെ പഞ്ഞിക്കിട്ട സംഭവത്തിൽ SFIക്ക് പിന്തുണയുമായി മറ്റൊരു പ്രമുഖ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവും എത്തിയിരിക്കുന്നു.